എല്ലാവർക്കും ഹിന്ദി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യുന്നത്. ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യുന്നത്. നമുക്ക് പ്രവർത്തനത്തിലേക്ക് പോകാം. ഇവിടെ 3 പ്രൊഫൈൽ തന്നിട്ടുണ്ട്. 2 പ്രൊഫൈൽ പൂർണ്ണമായിട്ടും തന്നിട്ടുണ്ട്. 3ാമത്തെ പ്രൊഫൈൽ നമ്മൾ സ്വന്തം എഴുതണം. അപ്പോൾ പ്രൊഫൈൽ വരുന്നതാണ് നാം, കക്ഷ, സ്കൂൾ, പേര്, ക്ലാസ്, സ്കൂളിൻ്റെ പേര്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 1ാമത്തെ പ്രൊഫൈൽ നോക്കാം നമുക്ക്. നീതു, നാം നീതു, കക്ഷ 5 5ാം ക്ലാസ്, സ്കൂൾ GUPS ആലുവ. നാം നീതു, കക്ഷ 5, സ്കൂൾ GUPS ആലുവ. ഇനി 2ാമത്തെ കുട്ടിയുടെ നോക്കാം. നാം മീനു, കക്ഷ 5, സ്കൂൾ GHSS പാല. പേര് മീനു, ക്ലാസ് 5, സ്കൂളിൻ്റെ പേര് GHSS പാല. ഇനിയാണ് നമ്മുടെ ഊഴം. ഇത് ഓരോരുത്തരും എഴുതേണ്ട പ്രൊഫൈലാണ്. നാം പേര്, നിങ്ങളുടെ പേര് ഹിന്ദിയിൽ എഴുതണം. കക്ഷ ക്ലാസ് 5 എന്ന് എഴുതണം. 5 നമുക്കിവിടെ അറിയാം, 5ാം ക്ലാസ്സിലാണ് 5. സ്കൂളിൻ്റെ പേരും നിങ്ങൾ സ്വന്തം എഴുതി പഠിക്കണം. അവരവരുടെ സ്കൂളിൻ്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത്. നാം, കക്ഷ, സ്കൂൾ. ഇത് നമ്മൾ പഠിച്ചതാണ്. ചിടിയാ ഘർ കവിത നമുക്ക് വായിച്ചു നോക്കാം. ചിടിയാ ലിയേ ചോഞ്ചുമേ തിൻക, ചലി ബനാനെ ഘർ, കോൻ രഹേഗ उस घर के अंदर. चिड़िया लिए चोंच में तिनका, चली बनाने घर, कौन रहेगा उस घर के अंदर. चिड़िया के 2 बच्चे होंगे उस घर के अंदर, पर निकले तो उड़ जाएंगे फर 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 फर. ചിടിയാ ലിയെ ചോഞ്ചുമേ തിൻക, ചുണ്ടിൽ പുൽക്കൊടിയുമായി വന്ന് വീടുണ്ടാക്കുന്നു. കോൻ രഹേഗ, ആരാണ് അതിനകത്ത് വസിക്കുന്നത്? ഉസ് ഘർക്കെ അന്തര, വീടിനകത്ത്. ചിടിയാക്കെ 2 ബച്ചേ ഹോങ്കെ, പക്ഷിയുടെ 2 കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ഉസ് ഘർക്കെ അന്തർ, വീടിനകത്ത്. പർ നിക്കലേത്തോ, ചിറക് മുളച്ചാൽ ഉഡ് ജായെങ്കെ, പറന്നു പോകും. ഫർ 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 ഫർ. ഇനി അതിൽ നിന്ന് വന്ന പ്രവർത്തനങ്ങളാണ്. ഉദാഹരണം തന്നിട്ടുണ്ട്. ച വെച്ച് വാക്കുണ്ടാക്കി ചിടിയ, ച സേ ചിടിയ. അപ്പോൾ നമുക്ക് കവിത വായിച്ച്. ബ സേ ബനാനെ, ഗ സേ ഘർ. ഇവിടെ തന്നെയുണ്ട് ഉത്തരം. 5ാം ക്ലാസ്സിലെ എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടായിരിക്കും. അം സേ അന്തർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ മിസ്സിംഗ് ലെറ്റർ ആണ്. ഗ ഡാഷ്, ഗ ര ഘർ, ഗോം സല, ഗോംസല. അത് അവിടെയില്ല. പക്ഷിക്കൂടിന് പറയുന്ന പേരാണ് ഗോംസല. നെസ്റ്റ്, ഗോംസല, ഗോംസല, ഗോസല. അടുത്തതാണ് ചോം ച, ചോഞ്ച്, ചുണ്ട്, ചോഞ്ച്, ചുണ്ട്, ചോം ച ചോണ്ട്. ആക്ടിവിറ്റി നോക്കാം. നമുക്കിവിടെ ചിത്രം കാണാം. ചിത്രത്തിൻ്റെ സ്ഥലത്ത് ഹിന്ദി വാക്ക് എഴുതി നമുക്ക് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ചിത്രക്കെ സ്ഥാൻ പർ ശബ്ദ ലിഖിയും വാക്യ പഠയും. അപ്പോൾ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? സൂരജ്, ഘർ, പേട്, കൗവ, ചിടിയ, അല്ലേ? അങ്ങനെ ഒത്തിരി തിങ്സ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് നോക്കാം. എന്താണ് എഴുതേണ്ടത്? ഇവിടെ നോക്കാം. യഹ് നീതു കാ ഹൗസ് ഹേ. അപ്പോൾ ഹൗസിന് എന്താ പറയുക? ഘർ. യഹ് നീതു കാ ഘർ ഹേ. ഇത് നീതുവിൻ്റെ വീടാകുന്നു. പേട് പർ ചിടിയാ ഹേ. മരത്തിൻ്റെ മുകളിൽ പക്ഷിയുണ്ട്. പേട് പർ ചിടിയാ ഹേ. ഘർ കെ പാസ് പേട് ഹേ.
വീടിൻ്റെ അടുത്ത് മരമുണ്ട്. घर के पास पेड़ है. ആസ്മാൻ മേ സൂരജ് ഹെ. ആകാശത്ത് സൂര്യനുണ്ട്. യഹ് നീതു കാ ഘർ ഹെ. പേട് പർ ചിടിയാ ഹെ. घर के पास पेड़ है. ആസ്മാൻ മേ സൂരജ് ഹെ. ഇനി എങ്ങനെയാണ് ഘർ, ചിടിയ, പേട്, സൂരജ് എന്ന് എഴുതുന്നത് നോക്കാം നമുക്ക്. ഘ ര ഘർ, ഗ ര ഘർ, ചി ഡി യ ചിടിയ, പേട പേട്, സൂരജ സൂരജ്. ഘർ, ചിടിയ, പേട്, സൂരജ്. അടുത്ത വർക്ക്ഷീറ്റുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.